ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മലബാറുകാരുടെ അടുക്കളയിൽ എന്നും തയ്യാറാക്കുന്ന ഒരു മത്സ്യക്കറിയുടെ റെസിപ്പി കാണാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടുതൽ പൊടികളൊന്നും ചേർക്കാതെ നാളികേരം ചേർത്ത് വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാവുന്ന കറിയാണിത്. ഏത് മത്സ്യം കൊണ്ടും തയ്യാറാക്കാം. ഞാനിവിടെ ചെമ്മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് കണ്ടാലോ? അതിനായി 300 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത്, അതിൻ്റെ നടുഭാഗം നീളത്തിൽ കീറി അതിലുള്ള കറുത്ത ഭാഗം മുഴുവനായും നീക്കം ചെയ്യണം. പച്ചമുളക് അരിഞ്ഞത് 4 എണ്ണം, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി അരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില, ഒരു മുറി നാളികേരം, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുള്ളി ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചത്, വെളിച്ചെണ്ണ. ആദ്യം പുളി പിഴിഞ്ഞ് അരിച്ച് വെക്കണം. അതിനുശേഷം ഒരു മിക്സി ജാറിലേക്ക് നാളികേരവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കണം. ഇതുപോലെ പേസ്റ്റായി അരച്ചെടുത്ത നാളികേരക്കൂട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒഴിക്കാം. ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മുഴുവനായും ചട്ടിയിലേക്ക് പകരാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർക്കാനുണ്ട്. ആവശ്യമെങ്കിൽ പിന്നീട് വെള്ളം ചേർക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും കൂടി ചേർക്കണം. അതിനുശേഷം പിഴിഞ്ഞു വെച്ച പുളിവെള്ളവും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. അതുപോലെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കണം. ഇത് ഒരുപാട് കുറുകിയ കറിയല്ല, എന്നാലും ചട്ടിയിൽ കിടന്ന് തിളച്ച് പാകത്തിന് കുറുകി വരും. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് ചെറുതായി തിളച്ച് വരും. ആ സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ചേർക്കണം. ചട്ടി ഒന്ന് ചുറ്റിച്ച ശേഷം ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് ചെറുതീയിൽ വേവിക്കണം. ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അങ്ങനെ 10-15 മിനിറ്റ് ചെറുതീയിൽ വേവിക്കുമ്പോൾ തന്നെ കറി പാകമാകും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി തൂവിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ആ ചട്ടിയുടെ ചൂടിൽ തന്നെ കറി ഒന്നുകൂടി കുറുകി പാകമാകും. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും രാത്രി ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കില്ലേ? ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.